വെട്ടിച്ചുരുക്കിയത്. BSNL സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ പ്രതികളുടെ ബിനാമി ഇടപാടും അന്വേഷിക്കണമെന്ന് പരാതിക്കാർ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏറ്റെടുത്തതോടെ പ്രതികൾക്ക് സംസ്ഥാനത്തിന് പുറത്തുള്ള നിക്ഷേപങ്ങളും കണ്ടെത്താൻ ആകും എന്ന പ്രതീക്ഷയിലാണിവർ. BSNL സഹകരണ സംഘത്തിൽ 400 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് 1500ഓളം FIRകൾ, 21 പ്രതികൾ. കരിവന്നൂരിന് പിന്നാലെ BSNL സഹകരണ സംഘം തട്ടിപ്പിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരും സാധാരണക്കാരുമായ നിരവധി പേരുടെ പണമാണ് ബാങ്ക് ഭരണസമിതി തട്ടിയെടുത്തത്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസുകളിൽ ചിലതിൽ കുറ്റപത്രം നൽകിക്കഴിഞ്ഞു. കൂടുതൽ പ്രതികളുണ്ടെന്നും സംസ്ഥാനത്തിന് പുറത്തുള്ള ഇവരുടെ സ്വത്തുകൂടി കണ്ടുകെട്ടണം എന്നുമുള്ള ആവശ്യത്തിലാണ് പരാതിക്കാർ. 2017 മുമ്പേ ഉള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ആരും പ്രതിപട്ടികയിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നത് ആ പീരീഡാണ്. അത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ ഞങ്ങളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് വേറെ എമൗണ്ട് റെക്കോർഡിൽ എഴുതിക്കൊണ്ടിരുന്ന താൽക്കാലിക ജീവനക്കാരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ പ്രതികളുടെ ബെനാമികളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവരെല്ലാം ഉൾപ്പെടുത്തി അവരുടെ പേരിലും കൂടെ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിനെക്കുറിച്ച് യഥാർത്ഥ വ്യക്തമായ ഒരു ചിത്രം കിട്ടുകയുള്ളൂ. ED എത്തുന്നതോടെ അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. പ്രതികളുടെ ബിനാമി ഇടപാടിലും കൂടുതൽ പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്. 1980കളുടെ അവസാനം ആരംഭിച്ച സഹകരണ സംഘത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് തട്ടിപ്പ് പുറത്തുവരാൻ തുടങ്ങിയത്. ന്യൂസ് 18 തിരുവനന്തപുരം.